തിരുമേനി, ഈ അടുത്ത കാലത്ത് ഞാനൊരു ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മ എനിക്കൊരു രുദ്രാക്ഷമാല സമർപ്പിച്ചു. ഞാനത് ധരിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയുന്നു. പെൺകുട്ടികള് രുദ്രാക്ഷമാല ധരിച്ചുകൂടാ, അത് ദോഷകരമാണ് എന്നൊക്കെ പറയുന്നു. ഇത് ശരിയാണോ? എനിക്കൊന്ന് പറഞ്ഞു തരാമോ? രുദ്രാക്ഷമാല എന്ന് പറയുന്നത് വളരെ ശക്തി ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം ഇതിലുള്ളതാണ്. ഇത് ധരിക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾക്ക് ഈ രുദ്രാക്ഷമാല ധരിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല എന്ന് തന്നെ ഉത്തരം പറയട്ടെ. പക്ഷെ രുദ്രാക്ഷമാല ധരിക്കുമ്പോൾ നമ്മളത് ഭക്തിയുടെ ഒരു സമീപനമാണോ നടത്തുന്നത്, നമ്മളൊരു ഉപാസനയുടെ സമീപനമാണോ നടത്തുന്നത് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാര്യം പലപ്പോഴും ഗുരുനിർദ്ദേശത്തോടുകൂടി ഉപാസന ഘട്ടങ്ങളിലാണ് ഒരു സ്ത്രീ ഇത്തരം മാല ധരിക്കുന്നതെങ്കിൽ അവർക്ക് ഗുരു നിർദ്ദേശപ്രകാരമുള്ള ആർത്തവ കാലയളവ്, കുലകാലയളവിലൊക്കെ ചിലപ്പോൾ ഇത് ധരിക്കാൻ പാടില്ലാത്ത ഒരവസ്ഥ ഉണ്ടായേക്കാം. ചിലപ്പോൾ ധരിക്കണമെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവാം. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ധരിക്കുമ്പോൾ ആർത്തവ കാലയളവും മറ്റൊന്നും നോക്കാറില്ല. ആ സമയത്ത് ധരിക്കണമെന്ന് തന്നെയായിരിക്കും ഇതിന്റെ ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. മാത്രമല്ല ഭക്തിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഇത് ധരിക്കണമെന്ന് തന്നെയാണ് പറയാറുള്ളത്. അമ്മ പറയുന്നത് ഈ ആർത്തവ കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾ ധരിക്കുമ്പോൾ അത് മാറ്റിവെക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഉപാസനയുടെ ഘട്ടത്തിൽ ആ രുദ്രാക്ഷമാല അണിഞ്ഞ് ഉപാസന നടത്തുന്ന ആൾക്കാരാണ് പൊതുവിലെ അങ്ങനെ ചെയ്യാറുള്ളതെന്നാണ്. അല്ലാതെയും ഉപാസിക്കുന്ന പലരും ഉണ്ട് എന്നുള്ളത് ഇവിടെ തിരിച്ചറിയുക. യാതൊരു തരത്തിലും സ്ത്രീകൾക്ക് വിരുദ്ധമായിട്ടുള്ളതോ അകറ്റി നിർത്തേണ്ടതോ ഒന്നും അല്ല രുദ്രാക്ഷം. അവർക്ക് ധരിക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ്. ഇത് സംശയമൊന്നും വേണ്ട. പിന്നെ ഈ രുദ്രാക്ഷം ധരിക്കുമ്പോൾ, ചെറിയ പെൺകുട്ടികളൊക്കെ ധരിക്കുമ്പോൾ, വിവാഹപ്രായത്തിന് മുമ്പൊക്കെ ധരിക്കുമ്പോൾ, അവർക്ക് കല്യാണമൊക്കെ ആകുമ്പോൾ ഇത് ചിലപ്പോൾ ഊരി മാറ്റേണ്ടി വരും. അതിന്റെ മനസ്താപമൊക്കെ കൊണ്ടായിരിക്കും അമ്മ പറയുന്ന കുറെ കാലം ധരിച്ചിട്ട് ഇത് ഊരി വെക്കേണ്ടി വരുമല്ലോ, അതിന്റെ പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള പേടിയാണ്. അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഊരി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടും യാതൊരു ദോഷവും ഇതുമൂല സംഭവിക്കുന്നില്ല. ധരിച്ച കാലയളവിലെ ഗുണം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചെറിയ മുത്തുകളുള്ള രുദ്രാക്ഷമാല ധരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ധരിക്കാം. അല്ലാതെ നിർബന്ധിച്ച ഒരാളെ ധരിപ്പിക്കണമെന്നും ഞാനിവിടെ പറയുന്നില്ല. ചിലപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ ഇത് താല്പര്യമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് രുദ്രാക്ഷമാല മേടിച്ചു കൊടുത്ത് അത് ധരിച്ചേ പറ്റുള്ളൂ എന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ നിർബന്ധിച്ചാൽ ഉള്ള സാഹചര്യത്തെയാണ് ഞാനിവിടെ പറയുന്നത്. ഒരാൾക്ക് താല്പര്യമെങ്കിൽ അത് ധരിക്കാം എന്നതേ ഉള്ളൂ.